ഭാവി പ്രധാനമന്ത്രിയായി കൂടി കണക്കാക്കപ്പെടുന്ന ആളാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഇന്നലെ ഉത്തർപ്രദേശ് അസംബ്ലിയിൽ മഹാഭാരതത്തിലെ ഒരു കഥ പറയുകയുണ്ടായി. സന്ദർഭം, പാണ്ഡവർക്ക് വേണ്ടി ഭഗവാൻ കൃഷ്ണൻ പകുതി രാജ്യം ചോദിച്ചു, കൊടുത്തില്ല. 5 ഗ്രാമങ്ങളെങ്കിലും ചോദിച്ചു, കൊടുത്തില്ല. ഞങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ 3 ക്ഷേത്രങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് പവിത്രമായ ഭഗവാൻ കൃഷ്ണൻ്റെയും ഭഗവാൻ രാമൻ്റെയും കാശി വിശ്വനാഥൻ്റെയും ക്ഷേത്രങ്ങൾ, അത് വിട്ടു തന്നുകൂടെ? അത് മാത്രം മതി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ തുറന്നു പറയലിനെ, ഈ ആഹ്വാനത്തെ, ഈ ഒത്തുതീർപ്പിനുള്ള ശ്രമത്തെ സ്വീകരിക്കുമോ? ഒടുവിൽ 5 വീടുകൾ മതി എന്നാണ്. അതുപോലെ ക്ഷേത്രങ്ങൾ മതി. അതെ, 3 ക്ഷേത്രങ്ങൾ വേണ്ട. ഇതിൽ ഇതിഹാസങ്ങളെയൊക്കെ ചരിത്രമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അപകടമുണ്ട്. ഇതിഹാസങ്ങളെ പുതിയ ചരിത്രവും ജനജീവിതവും ഇവിടുത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദേവാലയങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങളെ അങ്ങനെ ഇതിഹാസങ്ങളുമായി ബന്ധിപ്പിക്കാതെ തന്നെ നമ്മുടെ ദൈനംദിന സമാധാന ശ്രമങ്ങളുമായിട്ട് കൂട്ടി വിശ്വാസങ്ങളുമായി ബന്ധിച്ചാൽ മതി. അല്ല, അങ്ങനെ ബന്ധിക്കാം. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ അവർ ജനിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടാവുക, അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടാണ് പള്ളിയോ മറ്റോ ഉണ്ടായതെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കുക. അതെ, അത് ഭഗവാൻ തോന്നുന്നു ശിവനെ കുറിച്ചുള്ള ശിവന്റെ ക്ഷേത്രം ഉണ്ടാവുക. അതെ, ഇത്രയും മതി. യോഗി നടത്തിയ ഒരു പ്രസംഗത്തിലെ ആലങ്കാരികമായ ഒരു ഇതിഹാസത്തിലെ ഒരു സന്ദർഭം എടുത്ത് ഉദ്ധരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിന്റെ ക്ലെയിം തീർച്ചയായും രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലാണ്. ഈ 3 ക്ഷേത്രങ്ങൾ, ഈ കാശിയിലെയും മധുരയിലെയും അയോധ്യയിലെയും, അയോധ്യ കഴിഞ്ഞു, ഡൺ. ഇനിയിപ്പോൾ 2 എണ്ണം കൂടി ഉണ്ട്. അതുകൂടി തന്നൂടെ, കൊടുത്ത് തീർത്തൂടെ എന്നുള്ള ചോദ്യം. ഇതിപ്പോൾ അയോധ്യയുടെ കാര്യത്തിലും നേരത്തെ തന്നെ 2 പക്ഷത്തു നിന്നും, മുസ്ലിം പക്ഷത്തു നിന്ന് പോലും അങ്ങനെ നിർദ്ദേശങ്ങൾ പോയതാണ്. ഇതൊക്കെ തെരുവിലേക്ക് എടുത്ത്, തെരുവിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി, മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് കൊല്ലിച്ച്, ഒടുവിൽ അത് തകർത്ത്, പിന്നെ അത് കോടതിക്ക് പോയി. അങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇത്തരം ഇഷ്യൂസ് കോടതിക്ക് വിടരുത് എന്ന് പോലുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ 2 പക്ഷത്തു നിന്നൊന്ന് വന്നതാണ്. വിദഗ്ധരായ ഒരുപാട് പേര് പറഞ്ഞതാണ്, ആരും കേട്ടില്ല. ഇനിയിപ്പോൾ രാമക്ഷേത്രത്തിന്റെ വിധി, അന്തിമമായി എന്താ വിധി ഉണ്ടായത്? കോടതിയുടെ വിധിയാണല്ലോ പക്ഷേ ഇവിടെ ഒരു സംശയം, ഈ മസ്ജിദും ക്ഷേത്രവും ഒരുപോലെയാണോ? മസ്ജിദ്, ഞാൻ മനസ്സിലാക്കിയത്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ആരാധിക്കാനുള്ള ഒരിടം മാത്രമാണ്. ക്ഷേത്രം അങ്ങനെയല്ല, അവിടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവം വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ അവിടെയുണ്ട്. അപ്പോൾ അതിനെ ഒരു സ്ഥലത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റാത്തതാണ്. അല്ല, ആ അർത്ഥത്തിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. മസ്ജിദ് എന്ന് പറയുന്നതിന് കെട്ടിടം പോലും വേണ്ട. അതെ, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം, അത് എവിടെയും ആവാം, ഏത് വഴിയോരത്തും പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. അതിലപ്പുറത്തുള്ള, പക്ഷേ വിശ്വാസപരമായി പുണ്യങ്ങളുള്ള ചില പള്ളികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കയിലെ പള്ളി, ഈ ആദ്യത്തെ ആദ്യത്തെ പ്രവാചകനായിരുന്ന ആദം നബിക്ക് ദൈവം ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു കൊച്ചു ദേവാലയമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുണ്ട്. മദീനയിലെ പള്ളി, പ്രവാചകൻ പോയി പ്രവാചകത്വം കിട്ടിയതിന് ശേഷം, അപ്പൊ മക്കയിലെ മദീനയിലെ ബാബറി ഒന്നും അങ്ങനെയല്ല, ബാബരി മസ്ജിദ് ഒന്നും ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഒരു പള്ളി പറയാനുള്ളത് നമ്മുടെ ഫലസ്തീനിലൊരു പള്ളിയുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഏതെങ്കിലും വിശ്വാസപരമായ ഒരു പുണ്യമുള്ള പള്ളികൾ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഈ വേണമെങ്കിൽ അതിന് സമാനമായ വിശ്വാസപരമായ പുണ്യമുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. മധുരയിലും കാശിയിലും അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളത്, ഇത് 2 ആശങ്കകളാണ്. ഇന്ത്യയിലിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2 ആശങ്കകളാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉന്നയിച്ച ഈ ആവശ്യം, ബാബരി മസ്ജിദിനെ തുടർന്ന് നടന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോൾ രണ്ട് ചോയ്സ് നൽകുന്നുണ്ട്. ഒന്ന്, അയോധ്യ പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിൽ യോഗി ആദിത്യനാഥിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്, UPയുടെ മുഖ്യമന്ത്രിയായ ഒരാൾ. ഞാൻ അതുകൊണ്ടാണ് പക്ഷേ തുടക്കത്തിൽ നീണ്ട ഇൻട്രോയിലൂടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്ന ആളെന്ന് പറഞ്ഞത്. അത് ഭാവിയിലേക്കുള്ള ഒരു ഉറപ്പ് കൂടിയാണ്. പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് സാറിന്റെ ഒരു ദീർഘവീക്ഷണമാണോ? അത് പൊതുവെ പറയപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് അതാവട്ടെ, അത് രാഷ്ട്രീയം തീരുമാനിക്കണം. എന്നാൽ പോലും അങ്ങനെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഹിന്ദു സമുദായത്തിലെ ഒരു സന്യാസി കൂടിയാണ് അദ്ദേഹം. തീർച്ചയായും അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് ഈ 3 എണ്ണം മതി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യാം. മാത്രമല്ല, ഇപ്പോൾ രാമക്ഷേത്രത്തിൽ അയോധ്യയുടെ അനുഭവം വെച്ച് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഏകോപനത്തിലൂടെ തന്നെ ഈ കാശിയിലെയും മധുരയിലെയും പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കുമെങ്കിൽ
ഏറ്റവും അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു സന്ദർഭമാണ്. അതെ, ഞങ്ങൾ യോഗി ആദിത്യനാഥിനെ വിശ്വാസത്തിലെടുക്കുന്നു. എന്തിന്? വിശ്വ ഹിന്ദു പരിഷത്ത് പണ്ട് തയ്യാറാക്കി വെച്ച 3000 പള്ളികളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതെ, അതിനെക്കുറിച്ചുള്ള ആശങ്ക ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ആശങ്കയെ പർവ്വതീകരിച്ചുകൊണ്ട് ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് മുസ്ലിങ്ങളെ നിരന്തരം തള്ളിവിടാൻ ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ സെക്യുലർ പൊളിറ്റിക്സും മുസ്ലിം പൊളിറ്റിക്സും ചേർന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വലിയൊരു ആശങ്കയുടെ മഹാസമുദ്രത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഈ സമയത്ത് യോഗി ആദിത്യനാഥിന്റെ വാക്ക് വിശ്വസിച്ച് 2 ക്ഷേത്രങ്ങൾ മുഖവിലക്കെടുത്ത് ഇനി ഒരു തർക്കത്തിന് പോകാതെ ഈ 2 പള്ളികൾ സമാധാനപൂർവ്വം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ UP മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിട്ടുകൊടുത്തിട്ട് വേണമെങ്കിൽ പ്രധാനമന്ത്രിയെയോ അമിത്ഷായെയോ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു കരാറ് ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി വികാരം കൊണ്ട് സമയം കളയേണ്ടതല്ല. അല്ല, മാഷ് നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും മുസ്ലിങ്ങൾക്ക് എങ്ങനെയെന്ന പോലെ, അല്ലെങ്കിൽ ജെറുസലേം ക്രൈസ്തവർക്ക് എങ്ങനെയാണോ അതുപോലെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ജനിച്ച സ്ഥലം. തീർച്ചയായിട്ടും വിശ്വാസത്തിന് അതങ്ങ് വിട്ടുകൊടുത്താൽ തീരുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും വിശ്വാസത്തിന് ഇപ്പോ അതിന്റെ ശരിതെറ്റുകൾ, ചരിത്രപരമായ തെളിവുകൾ ഒന്നും ചോദിക്കുന്നതിൽ വിശ്വാസത്തിന് ഒരു കാര്യമില്ല. വിശ്വാസത്തിന് ഒറ്റ യുക്തിയുള്ളൂ, അത് വിശ്വാസമാണോ അല്ലേ എന്നുള്ളത്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ മനസ്സ്. പ്രത്യേകിച്ചും മറ്റാരെക്കാളും പ്രധാനമാണ് ഇന്ത്യൻ മനസ്സ് വിശ്വാസത്തോട് കാണിക്കേണ്ട ആദരവ്. അങ്ങനെ വരുമ്പോൾ അത് മാനിക്കുന്നതാണ് ബുദ്ധി. അത് ആരെങ്കിലും ഒക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മാഷ് പറഞ്ഞതുപോലെയുള്ള അതിനെ വെൽക്കം ചെയ്യാനോ അതിനെ സ്വീകരിക്കാനോ ഒന്നും ആരും തയ്യാറാവാത്തത്? അത് ഇന്ത്യൻ മുസ്ലിം ലീഡർഷിപ്പിന് എന്നും പറ്റുന്നൊരു തെറ്റാണ്. ഇതിപ്പോൾ ഈ നിർദ്ദേശം ബാബരി മസ്ജിദ് വലിയ ഇഷ്യൂ ആയി വളരുന്നതിന് മുമ്പ് അവിടെ എക്സ്കവേഷൻ നടത്താൻ നിയോഗിക്കപ്പെട്ട സമയത്ത് KK മുഹമ്മദ് സാറൊക്കെ പോയിട്ട് സയ്യിദ് ഷഹാബുദ്ദീൻ MP പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് അന്ന് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ. സയ്യിദ് ഷഹാബുദ്ദീൻ ഇതൊക്കെ കേട്ടു, വസ്തുതയാണെന്ന് അംഗീകരിച്ചു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്റ്റർ മുഹമ്മദ്, യു ആർ ടു ലേറ്റ്. ഞങ്ങൾ ഇത് തിരിച്ചു നടക്കാനാവാത്ത അത്രയും ദൂരത്തെത്തിക്കഴിഞ്ഞു. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളെ വലിയ തോതിൽ ആവേശം കൊള്ളിച്ച്, വികാരം കൊള്ളിച്ച്, ഇതാ ബാബരി മസ്ജിദ് നമ്മുടേതാണ്, മുസ്ലിങ്ങളുടേതാണ്, അവിടെ ഒരു തർക്കവുമില്ല, അവിടെ ക്ഷേത്രം തകർത്തിട്ടേ ഇല്ല, ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളില്ല, അത് വ്യാജമായ അവകാശവാദമാണ് എന്ന് ഈ പാവങ്ങളായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പഠിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. UP നിയമസഭയിൽ UPയിലെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ ഐക്കണായിട്ടുള്ള യോഗി ആദിത്യനാഥ് പറയുന്നു, ഈ 2 ക്ഷേത്രങ്ങളും UPയിലാണ്, എൻ്റെ ഉറപ്പ്, ഇത് മാത്രം മതി. ഇനി അതിന് ഇന്ത്യയിലെ മുസ്ലിം ലീഡർഷിപ്പ് തയ്യാറാകുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് എത്ര പതിറ്റാണ്ടുകളുടെ ആയുസ്സാണ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പോയത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിന് മൊത്തം പോയത്. ക്രിയേറ്റീവായിട്ട് ഇന്ത്യയിലെ BJPക്ക്, കോൺഗ്രസിന്, ഇടതുപക്ഷത്തിന്, സോഷ്യലിസ്റ്റുകൾക്ക് ഒക്കെ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്രിയേറ്റീവായി എന്തെല്ലാം ചെയ്യാമായിരുന്നു. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താമായിരുന്നു, എത്ര കുട്ടികൾക്ക് IAS കോച്ചിങ് കൊടുക്കാമായിരുന്നു. ഇതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മളെ പവറാണ്, പൊളിറ്റിക്കലായിട്ടുള്ള കാലിബറാണ് നഷ്ടപ്പെടുത്തിയത്. നമ്മൾ അമ്പലത്തിന്റെയും പള്ളിയുടെയും ഇറങ്ങി നടക്കുകയാണ്. ഇനിയിപ്പോ ഒരു ബാബരി മസ്ജിദ് ഇഷ്യൂ രാമക്ഷേത്ര നിർമ്മിതിയോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചോളൂ. ഇനി ഒരു കാശിയിലെ ക്ഷേത്രം, ഒരു മധുരയിലെ ക്ഷേത്രം, അതിനൊക്കെ വേണ്ടി ഇഷ്യൂ അതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇഷ്യൂല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. സിമിലർ തിങ് സംഭവിക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഓഫർ തീർച്ചയായിട്ടും ലോകത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളൊന്നും ഈ ഇന്ത്യൻ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കുകയും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഏതെങ്കിലും പുരാതന കാലത്തെ സുൽത്താൻമാർ ക്ഷേത്രം തകർത്തിട്ടുണ്ടോ ഇല്ലയോ, ഇനി തകർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം, ഞാനതിന് ഉത്തരവാദിയല്ല, ഞാനതിന് പ്രതിക്രിയ ചെയ്യാൻ ബാധ്യസ്ഥരല്ല, സർക്കാർ യുക്തമായ തീരുമാനം എടുത്തോളൂ, എനിക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായാൽ മതി, സൗകര്യം ഉണ്ടായാൽ മതി, അത് അവിടെ തന്നെ വേണമെന്നില്ല, ഇപ്പുറത്തായാലും മതി. അങ്ങനെ പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിക്കാനാണ് ഇന്ത്യയിൽ എല്ലാവരും തയ്യാറാവേണ്ടത്. ആഗിയ സോഫിയയുടെ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രയോ വിരുദ്ധ നിലപാടാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിം ലീഗ് പോലും എടുത്തത്. അതെ, വളരെ വ്യത്യസ്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആഗിയ സോഫിയയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഈ പാണക്കാട് തങ്ങന്മാരുടെ ഒരു ഗംഭീരമായ ലെഗസിക്ക് കളങ്കമേൽക്കുന്ന നിലപാടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും ആ ഇഷ്യൂവിൽ എടുത്തത്. അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ആരോ എഴുതി കൊടുത്താണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ല, അത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് ബാബറി മസ്ജിദിന്റെ ഇഷ്യൂവിൽ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് രണ്ടും വളരെ വ്യത്യസ്തമായ നിലപാടാണ്. അപ്പം അതുകൊണ്ട് ഈ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തെ പോസിറ്റീവായി ശുഭപ്രതീക്ഷയോടെ നാളേക്ക് വേണ്ടി അങ്ങനെ നിലപാടെടുക്കാൻ ഇന്ത്യൻ മുസ്ലിം യോഗി ഇന്ത്യയിൽ അത്തരം ഒരു ഉറപ്പ് നൽകാൻ ശേഷിയുള്ള ഒരാളാണ്. അതെ, പ്രത്യേകിച്ച് ആ സ്റ്റേറ്റിലാണ് 2 തർക്ക സ്ഥലങ്ങൾ. അതെ,
ഇന്ത്യയിലെ മുസ്ലിം ഇപ്പം ഒന്ന് ആലോചിച്ചു, ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഇന്ത്യ വിട്ടു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇവിടുത്തെ ഈ സമാധാനക്കേട് കൂടിയാണ്. തീർച്ചയായും വേണ്ടതിനും വേണ്ടാത്തതിനും സംഘർഷങ്ങൾ, സമരങ്ങൾ, പരസ്പരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, വെറുപ്പ് പ്രചരിപ്പിക്കുക. ആ അന്തരീക്ഷം മാറണമെങ്കിൽ ആദ്യം ഈ അജണ്ട മാറണം. ദേവാലയങ്ങൾ എന്നുള്ള അജണ്ട മാറ്റി വെക്കണം. ദേവാലയങ്ങൾ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള സ്വകാര്യമായ ഇടപാടാണ്. എനിക്ക് വളരെ ശാന്തമായി ഏത് അന്തരീക്ഷത്തിലും ഏത് സീറ്റിലും ഏത് അന്തരീക്ഷത്തിലും ഇരുന്ന് കണ്ണടച്ച് എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. അത് മനുഷ്യർ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനല്ല. അതിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സുഹൃത്ത് സുനിൽ സാറിനൊരു അസുഖം വന്നാൽ അദ്ദേഹത്തിൻ്റെ രോഗവും ഭേദമാക്കി കൊടുക്കണമെന്ന് എൻ്റെ ദൈവത്തോട് എനിക്ക് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. വിശ്വാസത്തിന്റെ വിശാലതയെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ ഇപ്പോ ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ഇപ്പോ ഇതൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സ്വീകരിക്കാൻ പാടില്ല, അത് വലിയ വിട്ടുവീഴ്ചയാണ്, പരാജയം. പക്ഷേ സമാധാനകാംക്ഷികളായ ആളുകളെല്ലാം യോഗിയുടെ ഈ നിർദ്ദേശത്തെ വലിയ തരത്തിൽ ക്യാമ്പയിൻ ചെയ്യുകയും അതിനുവേണ്ടി ഒരു പുതിയ അഭിപ്രായം സ്വരൂപിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അതിനാണ് ഇപ്പൊ മുൻകിട്ട് ഇറങ്ങേണ്ടത്. പക്ഷേ എല്ലാ മതേതര സംഘടനകൾ ഞാൻ പറഞ്ഞ ലെഫ്റ്റിന് മാത്രമല്ല പറയും, എല്ലാ മതേതര സംഘടനകളും മുൻകൈയെടുത്ത് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇനി ഒരു രാമക്ഷേത്രമോ ഒരു ബാബരി മസ്ജിദ് ഇഷ്യൂ ആവർത്തിക്കാതിരിക്കാനാണ്. മനുഷ്യന്റെ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ഇനി പൊളിറ്റിക്കലായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതിപ്പോൾ തീരുമാനിച്ചാൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട മറിച്ചിടുക കൂടിയാണ്. അവസാനിക്കും. അതിനുള്ള മന്ദിർ എന്നൊരു അജണ്ട, അതിനുള്ള വിവേകം ആർക്കുമില്ല. ആ വിവേകമാണ് ഇന്ത്യയിലെ നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ പോലും യോഗിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്തയാക്കുകയോ ഒരു ക്യാമ്പയിനാക്കുകയോ ചെയ്യുന്നില്ല. ചെയ്യേണ്ടതാണ്. അവർക്ക് ഈ ദുഷ്ടബുദ്ധിയോടെ ഇതിങ്ങനെ വഷളായിരിക്കണം. ഇന്ത്യക്കൊരു ദിശാബോധം നൽകാനുള്ള നിലപാടുകൾ ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ ബുദ്ധിജീവികളും ഇന്ത്യയിലെ സാംസ്കാരിക പ്രവർത്തകന്മാരും ഒപ്പം രാഷ്ട്രീയ നേതൃത്വവും. രാഷ്ട്രീയക്കാരെ കുറിച്ച് മനഃപൂർവ്വം പറയാനില്ല. കാരണം അവർക്ക് എന്ത് ഗെയിൻ കിട്ടുമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ശാപവും, അത് തന്നെയാണ് നമ്മുടെ ദുരന്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.